കോൺഗ്രസിനെ പത്മനാഭൻ അങ്ങേക്കൊന്ന് ഈ വിഷയത്തിൽ ഇടപെടാം. കോൺഗ്രസുകാർ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു 10-30 വർഷം മുന്നത്തെ ശൈലിയിലാണ്. അവർ മനസ്സിലാക്കേണ്ടത് കാലത്തിലുണ്ടായ മാറ്റം മനസ്സിലാക്കണം. കേവലം 3 സംസ്ഥാനത്ത് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ഒരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും മാത്രമേ കോൺഗ്രസ് സർക്കാരുകൾ ഈ രാജ്യത്തുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലെടുത്ത് പരിശോധിക്കുക, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വലിയ കോട്ടയായിരുന്ന മഹാരാഷ്ട്രയിൽ ഇന്ന് 4ാം സ്ഥാനത്താണ് കോൺഗ്രസ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംരക്ഷിച്ച ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. മധ്യപ്രദേശിൽ 0 ലോക്സഭാ സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. ഗുജറാത്തിൽ 3ാമത്തെ പ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് 0 ആയില്ല, 1 സീറ്റാണ് കിട്ടിയത്. ഉത്തർപ്രദേശിലും ബീഹാറും പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്വന്തം നിലയിൽ മത്സരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. ഇനി ഡൽഹിയിൽ നോക്കൂ, രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന ബൂത്ത് ഡൽഹിയിലെ ന്യൂഡൽഹി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നിർമ്മൻ ഭവൻ ഏരിയയിലെ 60ാം നമ്പർ ബൂത്താണ്. ആ ബൂത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആ ബൂത്തിൽ 42 വോട്ടാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന ബൂത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് 42 വോട്ടാണ്. ആ മണ്ഡലത്തിൽ 6.42 വോട്ടാണ് സന്ദീപ് ദീക്ഷിത്തിന് കിട്ടിയത്. ഡൽഹിയിൽ 0. ഇങ്ങനെ കോൺഗ്രസ് ഇന്ത്യയിൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. അതിനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ താഴെത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണം, അവനുമായി സംവദിക്കണം, അവന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. ശ്രീ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഇപ്പോഴും ഇതേ ന്യായവാദങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ടത്തരങ്ങൾ ഏറ്റുപാടുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ചെയ്യുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയിലും പ്രതിഫലിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ സഹയാത്രികനും പറഞ്ഞ അതേ വാദഗതികൾ തന്നെയാണ്. പക്ഷേ അതിന് പകരം ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അവിടുത്തെ സാമൂഹ്യപരമായ മാറ്റം, സ്ത്രീകളുടെ ഉന്നമനം, മദ്യനിരോധനം കൊണ്ട് അവിടുത്തെ വലിയ തോതിൽ സ്ത്രീ മുന്നേറ്റമുണ്ടായത്, സ്ത്രീകളുടെ ഉയർന്ന പോളിംഗ് ശതമാനം, ഇതൊന്നും കണക്കിലെടുക്കാതെ വോട്ടിംഗ് മെഷീനാണ് ഇപ്പോൾ തകരാറും. ശ്രീ വി പി ശ്രീപത്മനാഭൻ. അല്ല, ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് രാഘവ്പൂരിൽ ഈ വിദ്വാൻ തേജസ്വി യാദവ് രാഘവ്പൂരിലെ ജനങ്ങളുടെ ചിരകാല ആവശ്യമായിരുന്നു പാലം. ഗംഗാ നദിയുടെ കുറുകെയുള്ള പാലം. രാഘവ്പൂർ എന്ന് പറയുന്നത് ഗംഗാ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭൂമിയാണ്. അതായത് 2 ഭാഗത്തും ഗംഗാ നദിയാണ്. ആ ഗംഗാ നദിയിൽ പ്രളയം വന്നു കഴിഞ്ഞാൽ രാഘവ്പൂരിലെ ജനങ്ങൾ മുഴുവൻ വെള്ളത്തിലാണ്, വീടുകളും എല്ലാം വെള്ളത്തിലാണ്. ഇപ്പോൾ രാഘവ്പൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവർക്ക് പട്നയിൽ നിന്നും രാഘവ്പൂർ വഴി അക്കരയിലേക്ക് ഒരു പാലം വേണം. ആ പാലം ഇത്തവണ യാഥാർത്ഥ്യമായി. ഏതാണ്ട് 1000 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിതീഷ് കുമാറും നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി ഒരു കേബിൾ ബ്രിഡ്ജ്, അതായത് 4 വരി പാത, അങ്ങോട്ടും 2 വരി ഇങ്ങോട്ടും 2 വരി, ഒരു വലിയ പാലം നിർമ്മിച്ചു കൊടുത്തു. ഇത് ലാലു പ്രസാദ് യാദവ് പ്രതിദാനം ചെയ്ത മണ്ഡലമാണ്, റാബ്രി ദേവി പ്രതിദാനം ചെയ്ത മണ്ഡലമാണ്. ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സതീഷ് യാദവ് റാബ്രി ദേവിയെ 2010 തോൽപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ജനങ്ങൾക്ക് ആവശ്യം വികസനമാണ്. ഞാൻ യാദവനാണ്, എനിക്ക് വോട്ട് ചെയ്തോളൂ യാദവന്മാരെന്ന് പറഞ്ഞാൽ ആര് വോട്ട് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിൽ, 2 തെരഞ്ഞെടുപ്പിൽ, പോട്ടെ 3 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തേക്കാം. പക്ഷെ പാലം കൊണ്ടുവന്ന നിതീഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ അവർ വോട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോളിംഗ് തട്ടിപ്പ് നോക്കൂ, 5ഉം 6ഉം ഘട്ടമായിട്ടായിരുന്നു ബീഹാറിലെ ഇലക്ഷൻ. എല്ലാ കേന്ദ്രങ്ങളിലും അക്രമമായിരുന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു. 2020 3 ഘട്ടമാക്കി, ഇത്തവണ 2 ഘട്ടമാണ്. 2 ഘട്ട പോളിംഗ്. ഒരു സ്ഥലത്ത് നിന്ന് പോലും ഒരു ബോംബ് സ്ഫോടനമോ വെടിവെപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. 2 നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങൾ തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടി ഒരു സ്ഥലത്ത്. അതൊഴിച്ചു നിർത്തിയാൽ ഒരു സ്ഥലത്തും ഒരു കാര്യമായ സാധാരണ നടക്കാറുള്ള ബോംബ് സ്ഫോടനങ്ങൾ, വെടിവെപ്പ്, ബൂത്ത് കയ്യേറ്റം, ബാലറ്റ് പേപ്പർ എടുത്ത് ഗംഗാ നദിയിലേക്ക് എറിയൽ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മാതൃഭൂമി പിറ്റേ ദിവസത്തെ ഫ്രണ്ട് പേജ് ഫോട്ടോ ഗംഗാ നദിയിലേക്ക് എറിയപ്പെട്ട ഒരു ബാലറ്റ് പേപ്പർ കൊച്ചു പയ്യൻ മുങ്ങിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരുന്നു.
ഒന്നും നടന്നിട്ടില്ല. 2 ഘട്ട പോളിംഗ്, സമാധാനപരമായ പോളിംഗ്, റെക്കോർഡ് ടേൺ 66-64%. ഈ സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ബീഹാറിൽ ഇത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായി സ്ത്രീകളുടെ ക്യൂ, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ, അതായത് 100 ആൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 55 സ്ത്രീകളും 45 പുരുഷന്മാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ ക്യൂ, വലിയ ക്യൂ, നീണ്ട ക്യൂ, അമ്മമാരൊക്കെ മുലയൂട്ടുന്ന കുട്ടികളെയും കൊണ്ട് വന്നിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചരിത്ര വിജയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയും അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ ദിവസം. ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ് എന്നും ഓർമ്മിക്കപ്പെടും. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക, കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് താഴെത്തട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അറിയാലോ. ഈ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും അറിയില്ല, അവർ ആ പരിപാടിയൊക്കെ നിർത്തി. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കുക. വെറുതെ ഈ കോൺഗ്രസ്സുകാരൻ്റെ കൂടെ നടക്കണ്ട. അത് മുങ്ങുന്ന കപ്പലാണ്. മെല്ലെ അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ടോ ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത് എന്നേ പറയാനുള്ളൂ.